ഹായ്, ദിസ് ഇസ് ദേവിക ഫ്രം EBS എഡ്യൂക്കേഷൻ. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് AI/ML കുറിച്ചാണ്. ഇപ്പം ഇത്രയും ഫെമിലിയർ ആയിട്ട് നിൽക്കുന്ന ഈ ഒരു സബ്ജക്റ്റിൽ ഇപ്പം ഈ ഒരു കോഴ്സ് എവിടേക്കാണ് അവൈലബിൾ ആയിട്ടുള്ളത്, ഇത് കഴിഞ്ഞ് ഈ ഒരു കോഴ്സ് കഴിഞ്ഞാൽ എവിടേക്കാണ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് വരുന്നത്, ഏതൊക്കെ കോളേജസിലാണ് വരുന്നത്, അഡ്മിഷൻസ് എങ്ങനെയാണ്, ഇതിന്റെ സാലറി പാക്കേജസ് എങ്ങനെയാണെന്നൊക്കെ ഒരുപാട് ഡൗട്ട്സ് ഇന്ന് നമ്മുടെ ഫ്രണ്ട്സ് ചോദിക്കുന്നുണ്ട്. അപ്പൊ അതിനൊക്കെ ഒരു സൊല്യൂഷൻ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നേക്കുന്നത്. AI ഈസ് എ ഫീൽഡ് ഓഫ് സ്റ്റഡി. ഇപ്പം നമ്മൾ കെമിസ്ട്രി, ബയോളജി, ഫിസിക്സ് അങ്ങനെയുള്ള ഓരോ സബ്ജക്ട്സ് പഠിക്കുന്ന പോലെയും ഒരു ഫീൽഡ് ഓഫ് സ്റ്റഡി തന്നെയാണ് AI എന്ന് പറയുന്നത്. നമ്മൾ മനുഷ്യന് മനസ്സിലാക്കാൻ പറ്റുന്ന ഓരോ കാര്യങ്ങളും, ഇപ്പം ഇവൻ എന്താണ്, ഇപ്പം ട്രാഫിക്കിന്റെ കാര്യങ്ങളായാലും, ഇപ്പൊ ഒരു കാൽക്കുലേറ്ററിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തതിന്റെ സൊല്യൂഷൻ കിട്ടുന്നതായാലും, അപ്പൊ അതെല്ലാം ഒരു പ്രോഗ്രാം ആക്കിയിട്ട് അതൊരു മെഷീന് കൊടുത്താൽ മെഷീൻ എത്രത്തോളം അത് മനസ്സിലാക്കാൻ പറ്റും എന്നതാണ് നമ്മൾ ഈ കോഴ്സിലൂടെ പഠിക്കുന്നത്. നമ്മൾ കാണുന്ന കാഴ്ചകള്, നമ്മൾ സംസാരിക്കുന്ന ഭാഷകള്, അതിനിപ്പം എന്തെങ്കിലും ഡിസിഷൻ എടുക്കുന്നതായാലും പോലും നമ്മൾ AIന്റെ സഹായം നേടാറുണ്ടല്ലേ. ഇപ്പൊ എന്ത് കാര്യമായാലും ശരി, നമുക്കത് ഒരു മനുഷ്യന് മുൻകൂട്ടി പ്രിഡിക്റ്റ് ചെയ്യാനായിട്ടുള്ളൊരിത് ഇല്ല. അപ്പോ ഏതൊരു കാര്യം അപ്പം നടന്നാലും അതിനുള്ളൊരു സൊല്യൂഷൻ നമ്മൾ അപ്പോഴായിരിക്കും ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ അതുപോലെ ഒരു മെഷീന് എങ്ങനെ അത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമുക്കൊരു കാൽക്കുലേറ്റർ എടുക്കാം. നമ്മൾ ഏതെങ്കിലും രണ്ട് സംഖ്യകൾ കൊടുക്കുമ്പോഴത്തേക്ക് അതിനൊരു ആൻസർ നമുക്ക് കിട്ടാറുണ്ട്. അപ്പൊ അത് എങ്ങനെയാണ് ഒരു പ്രോഗ്രാം ചെയ്ത് വെക്കുന്നതെന്നല്ലേ. ആ ഒരു പ്രോഗ്രാം ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇമാജിൻ ചെയ്യും, ഏതെങ്കിലും രണ്ട് സംഖ്യകൾ വെക്കുമ്പോഴത്തേക്കും അത് ഇന്നൊരു സൊല്യൂഷൻസ് ആക്കിയാണ് കൊടുക്കാനുള്ളത്. അപ്പൊ അതൊരു അൽഗോരിതം ആക്കും. അൽഗോരിതം എന്ന് പറയുമ്പോഴത്തേക്കും ഒരു പിക്ടോറിക്കൽ റെപ്രസെന്റേഷൻ ആണ്, ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സിനെയാണ് നമ്മൾ അൽഗോരിതം എന്ന് പറയുന്നത്. ഈ പ്രോഗ്രാംസ് എല്ലാം നമുക്കൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ് ആക്കിയിട്ട് നമുക്ക് അൽഗോരിതം ആക്കാൻ പറ്റും. ഈ അൽഗോരിതം എന്ന് പറയുന്ന ഒരു പിക്ടോറിക്കൽ റെപ്രസെന്റേഷൻ ആക്കി ഫ്ലോ ചാർട്ട് ആക്കാനും പറ്റും. എങ്കിൽ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കി അത് മെഷീൻസിൽ ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാനും സാധിക്കും. ഈ ഒരു കോഴ്സ് ഇപ്പൊ മെഡിക്കൽ ഫീൽഡിൽ അല്ലെങ്കിൽ ഇപ്പൊ ടെക്നിക്കൽ ഫീൽഡിലായാലും ട്രെൻഡിങ് ആയിരിക്കുകയാണ്. ഇപ്പൊ ടെക്നിക്കൽ ഫീൽഡിലാണെന്നുണ്ടെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഇപ്പൊ ഒരു പ്രോഗ്രാം ഡെവലപ്പ് ചെയ്തെടുക്കാനായാലും, മെഡിക്കൽ ഫീൽഡിൽ ഇപ്പൊ ഒരു മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്യാൻ പോലും AI-ന്റെ ഹെൽപ്പ് നമ്മൾ നേടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കോഴ്സ് കഴിഞ്ഞിട്ട് നമുക്കിപ്പം എന്തൊക്കെ ജോബ് വേക്കൻസീസ് ആണെങ്കിൽ അല്ലെങ്കിൽ ഏതൊക്കെ ജോബ് റോളിലാണ് നമുക്ക് കയറാൻ പറ്റുന്നതെന്ന് വെച്ചാൽ, ഒരു AI എഞ്ചിനീയർ ആയിട്ട്, അല്ലെങ്കിൽ ഒരു AI ഡെവലപ്പർ ആയിട്ട്, അല്ലെങ്കിൽ ഒരു AI റിസർച്ചർ ആയിട്ട്, അങ്ങനെയും, അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡിൽ, അല്ലെങ്കിൽ ഹെൽത്ത് കെയറിൽ, ടെക്നിക്കൽ ഫീൽഡിൽ, ഫിനാൻസ് ഫീൽഡിലെല്ലാം ഒക്കെ നിങ്ങൾക്ക് ജോബ് വേക്കൻസീസ് അവൈലബിൾ ആണ്. ഇതിന്റെ സിലബസിൽ കമ്പ്യൂട്ടർ സയൻസും AI-യും കൂടെ കമ്പൈൻ ചെയ്തിട്ടായിരിക്കും വരുന്നത്. കൂടാതെ തന്നെ മറ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസും, മാത്തമാറ്റിക്സ്, മെഷീൻ ലേണിംഗ്സ്, അതിന്റെ കൂടെ തന്നെ പ്രാക്ടിക്കൽ സെക്ഷൻസ് ഇൻവോൾവഡ് ആയിട്ടുണ്ട്. ഇത്രയും ട്രെൻഡിംഗ് ആയി നിൽക്കുന്ന ഈ ഒരു കോഴ്സിനെ കുറിച്ച് അറിയാനും അഡ്മിഷൻ പ്രോസസ്സിനെ കുറിച്ച് അറിയാനും ഡു കോൺടാക്ട് വിത്ത് EBS എഡ്യൂക്കേഷൻ.